ഹലോ. ഹലോ. എടാ ഞാനിന്നില്ലേ പിന്നെ ടൗണില് പോയതിന് അപ്പൊ മറ്റേ പയ്യൻ എന്റെ കാറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി ഞാനും കൂടി വരട്ടേന്ന് പറഞ്ഞു. ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് പോട്ടെ ഡ്രൈവിങ് പഠിക്കുന്നില്ലേ കേറി കൂട്ടുന്ന് വിചാരിച്ചു. അപ്പൊ അവൻ കേറി ഓൻ തന്നെ ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡ്രൈവ് ചെയ്തു കുറച്ച് ഇങ്ങോട്ട് കുറേ ദൂരം എത്തിയത് ഒരു പയ്യനെ കുടിക്കേരിയെ അതിന്റെ ചങ്ങായി എന്ന് പറഞ്ഞു. ഫ്രണ്ടാണ് നിന്നിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചിക്ക് ഇവന് ഡ്രൈവിങ് ഇഷ്ടമായോ ചോദിച്ചാ. അപ്പൊ ഞാൻ പറഞ്ഞേ ഇഷ്ടായി, നല്ല ഡ്രൈവിംഗ് അല്ലേ. അപ്പൊ പറഞ്ഞു എന്നാ ചേച്ചി അന്നേം കൂടി ഡ്രൈവ് ചെയ്യാൻ വിട്ടേ, ഞാൻ വരട്ടെ ചേച്ചി പഠിക്കുകയും. അപ്പൊ ഞാൻ പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കാനല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇവൻ പറഞ്ഞിട്ടായിരിക്കല്ലേ നിന്റെ അടുത്ത് ചേച്ചിക്ക് അത്ര ഇഷ്ടമായി ഇവന് ഡ്രൈവിംഗ് ചോദിച്ചാ. ഞാൻ പറഞ്ഞു അതെ. അന്നേരം അവൻ ഉദ്ദേശിച്ചത് വേറെ ഡ്രൈവിംഗ് ആണ് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇതാണ് പറഞ്ഞു എന്നാ ഞാനും ഒരു ദിവസം അങ്ങനെ വരട്ടെ ചോദിച്ചു. അതെങ്ങനെ ഇവ എല്ലാവരും പോയി പറഞ്ഞാ? അവന്റെ ഫ്രണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഓടിക്കാൻ കൊടുക്കുന്ന വണ്ടിയല്ലാന്ന് പറഞ്ഞു ഇതൊന്നും. എന്നിട്ടോ അപ്പൊ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഇവനെ ഓടിക്കാൻ കൊടുത്തില്ല ചേച്ചി. അപ്പോ അവൻ അന്ന് മറ്റേ മാളിൽ പോയിട്ടുണ്ടായ കഥയെല്ലാം ഇവനോട് പറഞ്ഞു. അത് എന്നോട് ചോദിച്ചോ? അതെ ചോദിച്ചു. അതല്ലേ അവൻ ചോദിച്ചേ ഞാനും കൂടി വരട്ടേന്ന്. ഞാൻ നേരം പറഞ്ഞു എല്ലാവർക്കും ഓടിക്കാൻ കൊടുക്കുന്നൊന്നുമല്ല. എല്ലാരും അന്നേരം ഇവര് പ്ലാൻ ചെയ്തിട്ടാണോ അന്നേരം ഇത് പഠിക്കാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് വരാൻ പോന്നെ? പ്ലാൻ ചെയ്തിട്ടാണ് അവനെ അവിടെ നിന്ന് കയറ്റിയത്. പ്ലാൻ ചെയ്തിട്ടാണ് അവര് ഞാൻ ടൗണിൽ പോകുന്നത് അറിഞ്ഞിട്ട് വന്നത്. അതെങ്ങനെ അവനെ അറിഞ്ഞ അങ്ങനെ അവനത് കണ്ടുപിടിച്ചത്? അത് ഞാൻ രാവിലെ അവൻ ഇത് ക്ലാസ്സിന് വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് വേഗം പഠിച്ചിട്ട് ഇതാക്കാണ് മതിയാക്കാണ്. അപ്പൊ ഇവനും ഉണ്ട്. അപ്പൊ ഇവനിത് കേട്ടിട്ട് പിന്നെ അവന്റെ ഫ്രണ്ടിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒരുമിച്ച് കയറണ്ട, നീ കുറച്ച് അങ്ങോട്ട് നിന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് മക്കള് വന്നല്ലേ. അപ്പൊ എന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. തീരുമാനിച്ചേ ഞാൻ അവന്റെ ഉദ്ദേശം ഒന്നും നടത്തൂല. അനുവിനെ വളരെ മോശമായിട്ടുള്ള അക്കൗണ്ട് കാണുന്നു. അതെ, ഞാനപ്പൊ പറഞ്ഞു. എന്നിട്ടോ മോശമാക്കിട്ട് തന്നെ കാണൂ. അതെന്നേരം നീ ഓനെന്നിട്ടെന്നാ പറഞ്ഞേ? പയ്യനാ പയ്യനെ എന്റെ അടുത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ വരട്ടേന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് അങ്ങനെ ഞാന് വേണ്ടാന്നുള്ള ഇതിലാ നിൽക്കുന്നു, ശരിയാവില്ല. എന്റെ അഭിപ്രായം എന്താ? അങ്ങനെ മോശമല്ലേനോ ഇത് തന്നെ അങ്ങനത്തെ മെനക്കെട്ട് അതിന് വന്നത് നിക്കറേനു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതന്നെയാണ്. അതിനോട് വരണ്ടെന്ന് പറഞ്ഞു. ഓനോട് വരണ്ട പറഞ്ഞാലും ഇനി അനുവിന്റെ പുറകെ തന്നെ ഇവരിങ്ങനെ കൂടൂലേ? ഇവരെയും പറഞ്ഞു വിടണോന്ന് ഞാൻ ആലോചിക്കുന്നു. അന്നേരം പറഞ്ഞു വിട്ടാൽ ഇവര് വേറെ എന്തെങ്കിലും രീതിയിൽ അനുവിനെ ഉപദ്രവിക്കാൻ നിന്നാലോ? ഇങ്ങനെ പറഞ്ഞ് എല്ലായിടയ്ക്കും പരത്തുമെന്ന് അറിയില്ല. അതല്ലേ അനു ഞാൻ ആദ്യം പറഞ്ഞിന്. അനു ആ പയ്യനെയൊക്കെ കണ്ടിങ്ങനെ മോഹിച്ച് കളിച്ചിട്ടല്ലേ. അനീഷ് പറഞ്ഞതാ ശരി. എന്നിട്ടിപ്പോ ഇനിയിപ്പോലെ ഓൻ വരുമ്പോ ഇനി അനു അതുപോലെ നിന്നിട്ടില്ലെങ്കിൽ ഓൻ എന്തെങ്കിലും എല്ലാം പറഞ്ഞ് നാട്ടിൽ പരത്തും. ഓൻ ആരാ എന്താന്നും അനു നമുക്ക് അറിയില്ലല്ലോ. ഇല്ല, ഇനി ഞാനെന്നാ ചെയ്യാ? ഇനിയെന്നാ ചെയ്യുക? ഇനിയൊന്നുമില്ല, ഓൻ വരുമ്പോ അനു ഇതുപോലെ തന്നെ നിന്ന് കൊടുക്കേണ്ടി വരും. ഞാൻ നിന്നെ മാത്രമേ ഇതിൽ കണ്ടിട്ടുള്ളൂ.
ഇനിയിപ്പം തൊട്ടുപോയി. പറഞ്ഞിട്ടുണ്ടാവണ്ടേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി എന്തെങ്കിലും അവന്റെ ഭാഗത്തുനിന്ന് ഇനി എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എന്തായാലും അനുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അനു വന്നിട്ടും പറയുന്നത് എല്ലാം അറിയാം. അവന്റെ നല്ല ഡ്രൈവിംഗ് ആണ്, നല്ല കളിയാണ്. ഞാന് പറഞ്ഞത് അനീഷ് കുറച്ചും കൂടി നല്ല ഇതില് വരാനല്ലേ, എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല ഇതിൽ വരുന്നുണ്ടൊക്കെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്. ഞാൻ നല്ല ഇതിൽ തന്നെ ആയി വരുന്നുണ്ടല്ലോ. ഞാനിങ്ങനെ പറഞ്ഞ പോലെ ചെയ്താല് അനു ആ പയ്യനെ എല്ലാം വിളിച്ച് ബാക്കി അനുവിന്റെ ഇഷ്ടം പോലെ. അനുവിന് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ അതും കാണാൻ നല്ല സ്റ്റൈലുള്ള പയ്യനായിരിക്കും അല്ലേ. കിട്ടിട്ട് കുട്ടികളല്ലേ, കുട്ടിയൊന്നല്ല, ചിലപ്പോ നല്ല പൈസയുള്ള ടീമായിരിക്കും. ഇനി പൈസയുള്ള ടീമില്ലാന്ന് അത് കണ്ടാലും അറിയുന്നുണ്ട്. അപ്പൊ അവന്മാർക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടി അപ്പൊ അനുവിന് എങ്ങനെയോ അവർക്ക് മനസ്സിലാക്കിയോണ്ടാണ് അനുവിന്റെ പുറകെ തന്നെ അവൻ മനസ്സിലാക്കിയത് ഇതില് കൂടി തന്നെ മറ്റേ ഇത്. എന്നിട്ട് ഇവനോട് പറഞ്ഞു. ഇനി ഓൻ ആദ്യം ഓന്റെ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അനുവിന് പിന്നെ ഇതേ നേരം ഉണ്ടാവും കേട്ടോ. ശരിയാവൂല. അനുവിടുന്ന് തിരിച്ചിട്ട് നേരെ എറണാകുളത്തേക്ക് തന്നെ ഓടേണ്ടി വരും. ഞാൻ എറണാകുളത്ത് പോണ്ടി വരുമെന്നായിരിക്കും മതിയാക്കിട്ട്. ഞാൻ അന്നേരം പറഞ്ഞിട്ടില്ലേ അപ്പൊ അനീഷ് വരുമോ അന്നേരം? ഞാൻ എന്തിനാ എറണാകുളത്ത് വരുന്നു? അനുവിന് ആടാ, അനുവിന്റെ പഴയ ആളില്ല ആടാ. നിന്നെ വിട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ. എന്നെ വിട്ടിട്ട് കളിയിലാണ്. ആ പയ്യനെപ്പുറം കളിച്ചിട്ട് എറണാകുളത്തും പോയിട്ട് കളിച്ചു. ഇനിയെന്നോ അനുവിന് കളി തന്നെയല്ലേ വേണ്ടേ, കളിയോട് കളി തന്നെ. അത് അങ്ങനെ ആയിപ്പോയി, പിന്നെ പറഞ്ഞിട്ടുണ്ടോ? ഇനി അത് പെട്ടെന്നൊന്നും നിർത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അനുവല്ലേ പറഞ്ഞത് കളിക്കുന്നതാണ് ഏറ്റവും നല്ല, കിട്ടുന്ന അവസരം എല്ലാം കളിച്ച് സന്തോഷിച്ച് ജീവിക്കുവാണ്. അത് തന്നെയാ നല്ലത്. അന്വേഷിക്കും എനിക്ക് താല്പര്യം. പിന്നെ എന്തിനാ അനു അടുക്കള ഇങ്ങനെ ആള് മാറി മാറി പിടിക്കുന്നു? എന്നെ കുറ്റപ്പെടുത്തരുത്, ഞാൻ അങ്ങനെ സംഭവിച്ചു പോയി. കുറ്റം പറയാനൊന്നുമില്ല. ഇപ്പൊ അനു പറഞ്ഞിപ്പോ ഞാനും വെറുതെ കിട്ടുമോ നോക്കാം. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അനു ഇത് പറഞ്ഞതിന് ശേഷം പണ്ടൊക്കെ ഞാൻ അവരെ വീട്ടിലും പണിക്ക് പോയിട്ടാകുമ്പോ വേറെ വീട്ടിലും പോലെ അപ്പൊ അവരെ ഭാര്യ മാത്രം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇപ്പോഴാണ് വിചാരിക്കുന്നത് അത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എനക്ക് മനസ്സിലായിട്ടില്ലേ അങ്ങനെയൊക്കെ കിട്ടിയ നല്ലല്ലേനു. എന്റെ വഴി സ്വീകരിക്കലാ അതന്നെയല്ലേ നല്ലേ. അതന്നെയല്ലേ നല്ലത്. എല്ലാരും അങ്ങനെ ആയിരിക്കൂലേ? എല്ലാരും അങ്ങനെ ആയിരിക്കുവാനും ഒരു വക എല്ലാരും അങ്ങനെ തന്നെയാണ്. പുറമേക്ക് മാത്രം നല്ല ആളാന്ന് നടക്കുന്നതാണ്. എല്ലാരും അങ്ങനെയാന്ന് തോന്നുന്നു. എല്ലാരും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. അടച്ചെന്നല്ല, കൊറേ ആളല്ല അങ്ങനെ തന്നെയാണ്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലെ മറ്റേ ഇതൊന്നും ഇല്ലാതുകൊണ്ടായിരിക്കൂലേ? അറിയില്ല, പൈസ ഉണ്ടാകുമ്പോ കല്യാണം കഴിച്ചിട്ടില്ല.